അങ്ങനെ ഡാമിൻ്റെ അവിടെ നിന്ന് പോകുന്നത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവർക്കും വിശന്നൊക്കെ തുടങ്ങിട്ടോ. അപ്പോൾ ഒരു ഷോർട്ട് ലഞ്ച് ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് അതൊന്നും എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല തണുപ്പ് കാരണം കൈയൊക്കെ വിറക്കണ്ടായിരുന്നേ. എന്തായാലും ലഞ്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ എക്കോ പോയിന്റിലേക്കാണ് പോയത്. അവിടെ കുറച്ച് നേരം ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. കാരണം ഇറ്റ് വാസ് സോ ഫൺ. നമ്മൾ അങ്ങോട്ട് പറയുന്നത് ഇങ്ങോട്ട് തിരിച്ചു കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കില്ലേ, അത്. അങ്ങനെ എക്കോ പോയിന്റിൽ നിന്ന് ഞങ്ങൾ ഗ്യാപ്പ് റോഡാണ് നെക്സ്റ്റ് ഹോൾട്ട് ചെയ്തത്. അവിടെ വെച്ചിട്ടാണ് നമ്മുടെ ഹോം മെയ്ഡ് പാനിപൂരീസൊക്കെ ഞങ്ങൾ മിക്സ് ചെയ്ത് കഴിച്ചത്. അങ്ങനെ ഗ്യാപ്പ് റോഡിൽ നിന്ന് ഞങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷനായിട്ടുള്ള ഗാർഡൻ വിസിറ്റിനാണ് പോയത്. അപ്പോഴത്തേനും രാത്രി ആയിട്ടുണ്ടായിരുന്നു, തണുപ്പും കൂടി വരായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറേ നേരമൊന്നും അവിടെ ഹോൾട്ട് ചെയ്തില്ല, പെട്ടെന്ന് തന്നെ തിരിച്ചു പോന്നു. വെൻ ഇറ്റ് കംസ് ടു എ ട്രിപ്പ്, ഞാൻ എപ്പോഴും വാല്യൂ ചെയ്യണത് ഡെസ്റ്റിനേഷനേക്കാളും നമ്മൾ ആരുടെ കൂടെ പോകുന്നു, നമ്മുടെ ജേർണി എത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിരുന്നു എന്നൊക്കെയാണ്. മൂന്നാർ ഞാനിത് ആദ്യമായിട്ടൊന്നും അല്ല പോണത്, പക്ഷെ ദിസ് ടൈം ഐ വെൻറ്റ് വിത്ത് എ ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് പീപ്പിൾ. അതുകൊണ്ട് തന്നെ ഇതെനിക്ക് എന്നും സ്പെഷ്യലാണ്.